ഇന്നത്തേത് ഒരു ശബരിമല യാത്രയാണ്. ഞങ്ങൾ എല്ലാ മാസവും പോകാറുണ്ട് മാസത്തൊഴിലിന്. അപ്പോൾ അതൊരു വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വെച്ചു. കൂട്ടുകാരൻ്റെ വീട്ടിൽ വണ്ടിയും വെച്ച് അവൻ്റെ ചാവിയും കൊടുത്തിട്ട് എൻ്റെ കൂടെ വരെയുള്ളവരെ നോക്കിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആദ്യമുള്ള ഒരാൾ വന്നു, ബാക്കിയുള്ളവർ പുറകെ. നേരെ വണ്ടി കയറി നേരെ പമ്പിലോട്ട്. ശ്രീയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം 500 രൂപയ്ക്ക് എണ്ണ അടിക്കുന്നുള്ളൂ, ബാക്കി പോകുന്ന വഴിക്ക്. എല്ലാ മാസം ട്രിപ്പ് പ്ലാൻ ചെയ്ത് അവസാനം അതൊരു തീർത്ഥാടനത്തിൽ കൊണ്ട് അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ശബരിമല യാത്ര അങ്ങനെയല്ല കേട്ടോ, അത് ഞങ്ങൾ എല്ലാ മാസവും പോകാറുള്ളതാണ്. മാസത്തൊഴിലിന് പോകുന്നതുകൊണ്ട് തന്നെ ഇരുമുടിയൊന്നും കെട്ടാറില്ല. നാട്ടിലെ ചൂടിനോട് ബായി പറഞ്ഞ് ഞങ്ങൾ നേരെ കാട്ടിലേക്ക്. ശബരിമല യാത്രകൾ മനസ്സിന് കുറച്ചുകൂടി സന്തോഷം തരുന്നത് ഈ കാടും മലയും തണുപ്പും കൂടിയൊക്കെയാണ്. സ്ഥിരം പോകുന്നതുകൊണ്ട് തന്നെ ദൂരം കുറവായിട്ടാണ് തോന്നാറ്. പെട്ടെന്ന് തന്നെ നിലയ്ക്കലെത്തി അവിടുന്ന് പാസും വാങ്ങി നേരെ പമ്പയിലേക്ക്. അങ്ങനെ പമ്പയിലെത്തി വണ്ടിയും പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നേരെ പമ്പയിലേക്ക്. ഉത്തരേന്ത്യയിലെ ഗംഗാസ്നാനം പോലെ കേരളത്തിലെ അത്രയും പവിത്രമായ സ്ഥലമാണ് പമ്പാ നദി. പമ്പയിൽ നിന്നൊരു ചായയും കുടിച്ച് നേരെ മലയിലേക്ക്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ക്യൂ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടി പറ്റും. മാസത്തൊഴിലിനും കൂടുതൽ ആളുകൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയാണ്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ കുട്ടികളുമായി വരാൻ പറ്റിയ സമയമാണിത്. പോകുന്ന വഴി മാങ്ങയും തണ്ണിമത്തനൊക്കെ ഇതുപോലെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് അപ്പാച്ചിമേടെത്തി. അവിടുന്ന് നേരെ ശരംകുത്തിയിലേക്ക്. ഉദയൻ എന്ന കാട്ടുകൊള്ളക്കാരനെ വധിച്ച ശേഷം മലകയറിയ അയ്യപ്പനും കൂട്ടരും ആയുധങ്ങൾ ഉപയോഗിച്ച സ്ഥലമാണ് ശരംകുത്തി എന്നാണ് ഐതിഹ്യം. അങ്ങനെ ശരംകുത്തിയും കഴിഞ്ഞ് നേരെ സന്നിധാനത്തേക്ക്. അങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നടപ്പന്തലിലേക്ക് എത്തി. ഇരുമുടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൈഡിൽ കൂടെയാണ് പോകാൻ പറ്റുന്നത്. 18 പടി ചവിട്ടാൻ വേണ്ടി പറ്റില്ല. നേരെ സന്നിധാനത്തേക്ക്. അങ്ങനെ സൈഡിലുള്ള പടി വഴി നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി പറ്റി. അയ്യപ്പനെയും കണ്ട് തൊഴുതു നേരെ മാളികപ്പുറത്തേക്ക്. ഇതിനെ പറകൊട്ടിപ്പാട്ട്, വേലൻപാട്ട് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പരമശിവൻ മലവേടനായി അവതരിച്ച് പറകൊട്ടിപ്പാടി അയ്യപ്പൻ്റെ ദോഷം അകറ്റിയെന്നാണ് ഐതിഹ്യം. അങ്ങനെ അടുത്ത തവണ അയ്യപ്പൻ്റെ അടുത്ത് വരുമെന്ന് ഉറപ്പ് നൽകി ഞങ്ങൾ മലയിറങ്ങി. യാത്രകൾ എപ്പോഴും നമുക്ക് പുതുജീവൻ നൽകും, മനസ്സിനും ശരീരത്തിനും എല്ലാം. പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് തിരിച്ച് നാട്ടിലേക്ക്. അങ്ങനെ നേരെ കാറിൻ്റെ അടുത്തെത്തി വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക്. എനിക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ പോയിട്ട് വരാം.